ഉത്തരാഖണ്ഡ് മഞ്ഞിടിച്ചിലിൽ 5 തൊഴിലാളികൾക്കായുള്ള തെരച്ചിലിപ്പം തുടരുകയാണ്. അഞ്ചുപേരെ കാണാനില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. സ്നിഫർ ഡോഗുകളെ സ്ഥലത്ത് എത്തിച്ചു. കൂടുതൽ ആഴത്തിൽ പരിശോധന നടത്താൻ കഴിയുന്ന റഡാർ ഇന്ന് ഡൽഹിയിൽ നിന്നും അപകട സ്ഥലത്ത് കൊണ്ടുവരും. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകും. ബൽറാം, ഈ അത്യാഹിതത്തിൽ വളരെ കഠിനമായ ഒരു തപസ്യ പോലെ എടുത്തിട്ടാണ് സുരക്ഷാ സേനകൾ ഇവിടെ പ്രവർത്തിച്ചത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും എസ്കേൻ, ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഉത്തരാഖണ്ഡിലെ മനയിലെ മഞ്ഞിടിച്ചിലിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷപ്പെടുത്തുക എന്നുള്ളത്. ഇന്നലെ കാലാവസ്ഥ അനുകൂലമായതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം ഒട്ടേറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു. 14 തൊഴിലാളികളെ ഇന്നലെ രാവിലെ തന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ അതിൽ ഒരാൾ മരിച്ചു. തുടർന്ന് പിന്നീട് ഇന്നലെ വൈകിട്ട് നടത്തിയ തെരച്ചിലിൽ 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ മഞ്ഞിടിച്ചിലിൽ കുടുങ്ങിപ്പോയ 55 തൊഴിലാളികളിൽ 50 പേരെ ഇതിനകം തന്നെ പുറത്തെടുത്തിട്ടുണ്ട് മഞ്ഞിൽ നിന്നും. കൂടാതെ ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്ന 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി തന്നെ പുരോഗമിക്കുകയാണ്. അതിൽ ഏറ്റവും വലിയ തടസ്സമാകുന്നത് മഞ്ഞിടിച്ചിലും മഞ്ഞുവീഴ്ചയും പ്രദേശത്ത് തുടരുന്നു എന്നുള്ളതാണ്. ഈ തൊഴിലാളികൾ താമസിച്ചിരുന്ന കണ്ടെയ്നറുകൾക്ക് മുകളിൽ ഏതാണ്ട് 7 അടിയിലേറെ ഉയരത്തിൽ മഞ്ഞ് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ തുറന്ന് പരിശോധിക്കുക എന്നുള്ളത്, കണ്ടെത്തുക എന്നുള്ളതും ശ്രമകരമാണ്. ഇതിനായി സ്നിഫർ ഡോഗുകളെ എത്തിച്ചിട്ടുണ്ട്. കൂടാതെ ഡൽഹിയിൽ നിന്നുള്ള പ്രത്യേക റഡാർ ഇന്ന് ഈ സംഭവ സ്ഥലത്ത് എത്തി പരിശോധന നടത്തും. മുഴുവൻ പേരെയും ഇന്ന് തന്നെ പുറത്തെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് രക്ഷാപ്രവർത്തകർ ഉള്ളത്. എസ്കേൻ, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.